മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. കെ.എം. എബ്രഹാം അധികാര ദുർവിനിയോഗത്തിലൂടെ വിജിലൻസ് അന്വേഷണം തടസ്സപ്പെടുത്തിയെന്ന് ജേക്കബ് തോമസ് ജനം ടിവിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ കെ.എം. എബ്രഹാമും എല്ലാവരെയും നിശബ്ദരാക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും സാക്ഷികൾക്ക് നിർഭയമായി കാര്യങ്ങൾ പറയാൻ കഴിയണം. കേരളത്തിൽ ഉന്നത തലത്തിലാണ് ഇപ്പോൾ അഴിമതിയെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ അഴിമതിക്കെതിരെ നിരന്തരം പോരാടുകയും ഒപ്പം തന്നെ വിജിലൻസ് ഡയറക്ടറായിരിക്കെ കെ.എം. എബ്രഹാമിനെതിരെ അന്വേഷണത്തിന് തുടക്കമിടുകയെല്ലാം ചെയ്ത ജേക്കബ് തോമസ് സാർ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. കാരണം എന്നും അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ കെ.എം. എബ്രഹാമിനെതിരെ വിശദമായൊരു അന്വേഷണം നടത്തേണ്ടതാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയതും അതനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ നടപടിക്ക് തുടക്കമിട്ടതും ജേക്കബ് തോമസ് സാറാണ്. സർ, ഈ ഒരു ഘട്ടത്തിൽ സാർ എന്നും അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള ആളാണ്. മാത്രമല്ല ഇപ്പോൾ കെ.എം. എബ്രഹാമിനെതിരെ തുടക്കത്തിൽ വിജിലൻസ് ഡയറക്ടറായിരിക്കും അങ്ങയുടെ സമയത്താണ് ഒരു അന്വേഷണത്തിന് ആരംഭം കുറിച്ചത്. പ്രധാനപ്പെട്ട നിരവധി കണ്ടെത്തലുകളിലേക്കെല്ലാം അത് പോകുന്ന ഘട്ടവും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു സാർ ഈ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ഒരു അന്വേഷണത്തെ കാണുന്നത്? ഈ കെ.എം. എബ്രഹാത്തിനെതിരെയുള്ള ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരവ് പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന്, കേരളത്തിൽ ഇപ്പോൾ അഴിമതി നടക്കുന്നത് ഏറ്റവും ഉന്നത തലത്തിലാണ്. അല്ലാതെ പണ്ടൊക്കെ താഴെത്തട്ടിലുള്ള RTO ഓഫീസിൽ അല്ലെങ്കിൽ ഈ റവന്യൂവിൻ്റെ താഴത്തെ ഓഫീസുകളിൽ, പോലീസിൻ്റെ താഴത്തെ ഓഫീസുകളിൽ അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഭരണത്തിൻ്റെ ഏറ്റവും തലപ്പത്താണ് ഏറ്റവും വലിയ അഴിമതി നടക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ ഒരു പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, CBIക്ക് അന്വേഷണം നടത്തണമെങ്കിൽ, തെളിവുകൾ മര്യാദയ്ക്ക് കിട്ടണമെങ്കിൽ പേടിയില്ലാതെ ആ തെളിവ് നൽകേണ്ടവർക്ക് CBIയുടെ അടുത്ത് നൽകാൻ പറ്റണം. കാരണം സാക്ഷികൾ സ്വാധീനിക്കപ്പെടും. കാരണം വളരെ ഉന്നത അധികാര സ്ഥാനത്താണ് ഇപ്പോൾ ഈ ഡോക്ടർ കെ.എം. എബ്രഹാം ഇരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ തന്നെയും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈകളിലെത്തും. അതുപോലെ കേരളത്തിലെ ഏത് ഉദ്യോഗസ്ഥനെ ഇദ്ദേഹത്തിന് വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കാം. അപ്പോൾ തെളിവുകൾ ഉള്ളവർക്ക് സ്വതന്ത്രമായിട്ട് CBIക്ക് തെളിവുകൾ കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. കാരണം അവർക്ക് പേടിയുണ്ടാവും. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായി. ഇയാൾ ആ സ്ഥാനത്ത് നിന്ന് പോയാൽ മാത്രമല്ലേ ഒരു നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് അന്വേഷണം നടക്കത്തുള്ളൂ. ഇത്രയും റിട്ടയർ ചെയ്ത ഒരാളെ 2017 ശേഷം മുഖ്യമന്ത്രിയുടെ ഏറ്റവും സുപ്രധാന തസ്തികയിൽ ശിവശങ്കരൻ്റെ പിൻഗാമിയായിട്ട്, ശിവശങ്കരൻ ജയിലിൽ പോയ ആളാണ്, ശിവശങ്കരൻ്റെ പിൻഗാമിയായിട്ട് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവുമല്ലോ. അതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അടുത്ത 5ാമത്തെ കാര്യം, നേരത്തെ ഇദ്ദേഹത്തിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടു. വിജിലൻസ് കോടതി അത് 2016 17 മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഉത്തരവിടുന്നത് വിജിലൻസ് കോടതി എന്താണെങ്കിലും പ്രഥമദൃഷ്ട്യാ കുറേ തെളിവുകളൊക്കെ നോക്കി, അല്ലെങ്കിൽ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെതിരെ അങ്ങനെ ചുമ്മാ ഇന്ന് അന്വേഷിച്ചു എന്ന് പറയില്ലല്ലോ. അപ്പോൾ അന്നേ തെളിവുണ്ടെന്ന് വിജിലൻസ് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ വിജിലൻസോട് പറഞ്ഞു. പക്ഷേ ആ ഉത്തരവിട്ടതിന് ശേഷം ആ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി അന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാരവും ഉപയോഗിച്ചു. ഒരു വിജിലൻസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി അത്രയധികം സ്വാധീനം ഉപയോഗിച്ചെങ്കിൽ അദ്ദേഹത്തിന് പേടിയുണ്ട്, എന്തോ കുഴപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ നിങ്ങൾ അന്വേഷിച്ചോ എന്ന് അന്ന് പറയാമായിരുന്നല്ലോ. അന്ന് പറഞ്ഞില്ല. അന്ന് ഇദ്ദേഹം സർവീസിലുള്ള സമയമാണ്. 2016 സർവീസിലുണ്ട്. 17 റിട്ടയർ ചെയ്തത്, 17 ഡിസംബറിൽ. അപ്പോൾ ഈ 2016-17 ഈ അന്വേഷണം വരുന്ന സമയത്ത് 17 എപ്പോഴാണ്, അപ്പോൾ IAS-കാർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള IAS-കാരെയൊക്കെ സംഘടിപ്പിച്ച് യൂണിയൻ ചേർന്നിട്ട് അന്നത്തെ അന്വേഷണം തടസ്സപ്പെടുത്തണം, അന്നത്തെ വിജിലൻസ് ഡയറക്ടറെ മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ശക്തിയുണ്ടായി. അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ മാറ്റണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ്. 2, അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിക്ക് പോയി റിട്ടേണായിട്ട് പരാതി കൊടുക്കുകയാണ് ഇദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ അന്ന് അന്വേഷണം നിർത്തി. ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം തടസ്സപ്പെടുത്തിയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അധികാര ദുർവിനിയോഗം നടത്തി.
അപ്പോൾ അന്ന് വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ടപ്പോൾ വിജിലൻസ് കോടതി ഉത്തരവിട്ട ഇന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതുപോലെ തന്നെ വിജിലൻസ് കോടതി തന്നെയാണല്ലോ ഉത്തരവിട്ടപ്പോൾ ഇദ്ദേഹം തടസ്സപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാരവും അന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ CBIക്ക് വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ട് കഴിഞ്ഞതിൽ നമ്മളിപ്പോൾ സന്തോഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ കേരളത്തിലെ അഴിമതിക്കാരെ എല്ലാം ഉടനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. കാരണം ഒന്ന്, തെളിവ് നൽകാൻ മനുഷ്യർക്ക് പേടിയായിരിക്കും. രണ്ട്, അദ്ദേഹത്തിൻ്റെ അധികാരം ഇപ്പോൾ ഉപയോഗിച്ച് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും അദ്ദേഹം പോകും. അപ്പോൾ ഇതാണ് ഈ കാര്യത്തിലുള്ള 5 കാര്യങ്ങൾ. സാർ, അപ്പോൾ ഇത്രയധികം ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെയാണ് പുള്ളിയെ വീണ്ടും കുറച്ചുകൂടെ ഉയർന്ന തസ്തികയിലേക്ക് മുഖ്യമന്ത്രി നിയമിച്ചത്. അതാണ് സാറ് സൂചിപ്പിച്ചത്. വലിയ ദുരൂഹതകൾ ഒരുപാട് പിന്നെയും അത്തരത്തിൽ ബാക്കി നിൽക്കുകയല്ലേ ഈ ഒരു സംഭവത്തിൽ? ഇദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തൻ, റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് KM മാണിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ. കാരണം KM മാണിയുടെ ബാർ കേസും ബാറ്ററി കേസും കോഴി കേസും 3 FIRകൾ ഞാൻ വിജിലൻസിലുള്ള സമയത്ത്, അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്, KM മാണി ലോ മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും ആയിരുന്നു. ആ സമയത്ത് 3 FIRകൾ അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു. ഞാനൊന്ന് വിജിലൻസിലുണ്ട് ADGP ആയിട്ട്. അപ്പോൾ ആ 3 കേസുകൾ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം KM മാണിയുടെ ഏറ്റവും വിശ്വസ്തനായ ധനകാര്യ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ KM മാണിക്ക് പോകുന്ന എല്ലാ ഫയലും ഈ അന്നത്തെ ധനകാര്യ സെക്രട്ടറിയിൽ കൂടെ അല്ലാതെ KM മാണിക്ക് ഫയൽ പോകില്ല. അപ്പോൾ ധനകാര്യ സെക്രട്ടറിയും അതിൻ്റെ അകത്ത് ഭാഗമാക്കുമായിരിക്കുമല്ലോ. ഇത് ബാർ കേസിൻ്റെ സമയത്തെ കാര്യമാണ് പറഞ്ഞത്. അന്ന് സെയിൽസ് ടാക്സിൻ്റെ കേസുകളാണ് മറ്റു 2 കേസുകൾ. അപ്പോൾ ആ കേസുകളൊക്കെ അദ്ദേഹം പിന്നെ ഇദ്ദേഹത്തെ പ്രതി ചേർക്കുമെന്നുള്ള പേടിയിൽ അന്ന് മുതലേ പുള്ളി വിജിലൻസിനെതിരെ പണി തുടങ്ങിയതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അധികാരം, അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്ന് ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെ, ആ ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിനെ പക തീർക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും വിട്ട് ഇയാൾക്കെതിരെ തെളിവ് നൽകാൻ അന്വേഷിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും അയാൾ നിശബ്ദനാക്കുന്ന ഒരു പരിപാടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്ന 51 വെട്ട് എന്നുള്ള പരിപാടി. അയാൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇദ്ദേഹം 2017 മുമ്പേ ഈ ബാർ കേസിൻ്റെ സമയത്തെ ഈ KM മാണിയുടെ വിശ്വസനം എന്നുള്ള പേരിൽ അന്നേ പ്രശ്നമാണ്. അപ്പോൾ അന്നേ അന്വേഷണങ്ങൾ പലതും നടത്തുന്നതിനെതിരെയൊക്കെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പരാതിക്കാരൻ തന്നെ ഇപ്പം എത്ര വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. 2016, 17, 18 ആ സമയങ്ങൾ തുടങ്ങി ഒരു പരാതിക്കാരൻ കേരളത്തിൽ ഒരു അഴിമതിക്കെതിരെയുള്ള അന്വേഷണമാണല്ലോ, ഒരു അന്വേഷണം നടത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരാതിക്കാരന് 8-10 വർഷം കേരളത്തിൽ കോടതികൾ മുഴുവൻ നടക്കേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭരണമാണ് ഇവിടെയുള്ളത്? ഇതിന് ഉത്തരവാദി ആരാണ്? അഴിമതി അവസാനിപ്പിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ ഇതിൻ്റെ ഉത്തരവാദി? അദ്ദേഹം അതിനെല്ലാം തടസ്സപ്പെടുത്തുകയല്ലേ അന്വേഷണങ്ങളെ? സാർ, അതുപോലെ തന്നെ ഇപ്പോൾ ശിവശങ്കർ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക്, അത് കഴിഞ്ഞ് രവീന്ദ്രൻ, EDയും എല്ലാം പല ചോദ്യം ചെയ്യൽ വിധേയരാക്കിയുള്ള ആളുകൾ, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും ഈ കളങ്കിതരെ തന്നെ വീണ്ടും ഇങ്ങനെ? രവീന്ദ്രൻ്റെ എന്തിനോട്ട് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഊരാളുങ്കൽ സൊസൈറ്റി ആണല്ലോ കുറേയധികം മരാമത്ത് പണികൾ, കോടികളുടെ പണികൾ സർക്കാരിൻ്റെ ടെൻഡർ പോലും ഇല്ലാതെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ രവീന്ദ്രൻ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ വേണം. അതുകൊണ്ടാണ് രവീന്ദ്രൻ അവിടെ, വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനു മുമ്പ് ശിവശങ്കരൻ എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങൾ, സ്വപ്ന സുരേഷ് അന്ന് കുറേയധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും ഇതുവരെ കേരളത്തിലെ ഇദ്ദേഹം പിണറായി വിജയൻ ആയതുകൊണ്ട് ഈ പേടി കൊണ്ടായിരിക്കും അതിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്ത് ഇതുപോലെ ഹൈക്കോടതിയിൽ പോയിരുന്നെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇതുപോലത്തെ ഉത്തരവുകൾ വന്നേനെ. വളരെ കൃത്യമായി തന്നെയാണ് ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കളങ്കിതരായ ആളുകൾ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് വരുന്നു. ഇവർക്കെതിരെ വിശദമായൊരു അന്വേഷണത്തിനുള്ള സാധ്യതകൾ പോലും സാഹചര്യങ്ങൾ പോലും ഇല്ലാതാകുമ്പോൾ എങ്ങനെയാണ് പൂർണ്ണമായും അഴിമതി ഇല്ലാതാക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ജേക്കബ് തോമസ് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.